CPIM ഇറക്കുന്ന വർഗീയ കാർഡ് അവർക്ക് തിരിച്ചടിയാകുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞുള്ള കാർഡ് അവരുടെ മണ്ണാണ് നഷ്ടപ്പെടുത്തുന്നത്. SDPIയും ജമാഅത്തെ ഇസ്ലാമിയുമായി പാരമ്പര്യമായി ബന്ധമുള്ളത് ഇടതുപക്ഷത്തിന്. ലീഗിനെതിരെ വിമർശനം ഉണ്ടായില്ലെങ്കിൽ ആണ് അത്ഭുതമെന്നും വയനാടും പാലക്കാടും ഭൂരിപക്ഷം ഉണ്ടായതിൽ മുഖ്യമന്ത്രിക്ക് അലോസരമുണ്ടെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നൊക്കെ പറഞ്ഞ് അവർ ഇപ്പോൾ കളിക്കുന്ന ഈ കാർഡ് കളി തന്നെത്താൻ ബാധിക്കുന്നത് അവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ കാലിൻ്റെ അടിയിൽ നിന്നാണ് മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല. വയനാട്ടിലാവട്ടെ പാലക്കാടാവട്ടെ പ്രകടമാണ്. അത് അവരെ അലോസരപ്പെടുത്തുന്നുണ്ടാവും. പക്ഷേ രാഷ്ട്രീയമായ വിമർശനങ്ങളുമായിട്ട് പോകുന്നതല്ലാതെ ഡിവൈഡ് ഉണ്ടാക്കാനുള്ള കളി അവരെ തന്നെ ബാധിക്കുന്നു. അവർ സ്വന്തം നേട്ടം പുരോഗമന രാഷ്ട്രീയം പറയുന്നതായിരിക്കും നല്ലത് ഈ കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ ഇപ്പോൾ ത്രിപുരയിൽ കണ്ടില്ലേ, ബംഗാളിൽ കണ്ടില്ലേ, അതേപോലെയൊക്കെ വർഗീയ പ്രചരണം അധികം വന്നാൽ ആർക്കാണ് നേട്ടം ഉണ്ടാവുക എന്നുള്ളത് അവർ ചിന്തിക്കേണ്ട സമയമായി. വിവരങ്ങളുമായി അഷ്കർ അലി ചേരുന്നു. അഷ്കർ അലി, CPIM ഒരു മുന്നറിയിപ്പല്ലേ PK കുഞ്ഞാലിക്കുട്ടി നൽകുന്നത്? സുജ, മുഖ്യമന്ത്രി പറയുന്ന വിമർശനങ്ങൾക്ക് അതേ ഭാഷയിൽ തന്നെ മറുപടി നൽകുക എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നത്. ഇന്ന് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി നടത്തിയ പരാമർശങ്ങൾ തന്നെ അത്തരം രാഷ്ട്രീയം നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. ഒന്നാമതായി തന്നെ PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPIMനുണ്ടായ മാറ്റം, നയമാറ്റത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന കാർഡ് എന്നുള്ളതാണ്. എന്നാൽ ഈ കാർഡ് ആത്യന്തികമായി ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യില്ല എന്നും മറിച്ച് അത് BJPക്കാണ് ഇതിന് ഗുണം ലഭിക്കാൻ പോകുന്നത് എന്നുമാണ് PK കുഞ്ഞാലിക്കുട്ടി ഉയർത്തുന്ന വിമർശനം. സ്വന്തം കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകുന്നത് ശ്രദ്ധിക്കാതെയാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഇടതുപക്ഷം ഉന്നയിക്കുന്നത് എന്നും PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. അതേസമയം തന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തിയ പരാമർശങ്ങൾ ഇല്ലെങ്കിൽ വിമർശനങ്ങൾ അതെല്ലാം UDFനുണ്ടായ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ നേട്ടത്തിൽ മുസ്ലിം ലീഗ് വഹിച്ച പങ്കിലുണ്ടായ രോഷപ്രകടനമാണ് എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത്. അതായത് UDFന് പാലക്കാടും വയനാടും ഉണ്ടായ നേട്ടം, അത് പ്രത്യേകിച്ച് വയനാട് മന്ത്രിമണ്ഡലങ്ങളിലടക്കം BJPയും പിന്തള്ളി മുന്നിലാക്കിക്കൊണ്ട് CPIM മൂന്നാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ LDF മൂന്നാം സ്ഥാനത്തേക്ക് പല ബൂത്തുകളിലുമൊക്കെ പോയി. അത് ചർച്ച ചെയ്യേണ്ടതിന് പകരം ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ആ വിജയങ്ങളിലൊക്കെ തന്നെ UDFിൻ്റെ വിജയങ്ങളൊക്കെ തന്നെ വലിയ പങ്ക് മുസ്ലിം ലീഗിന് ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിന് രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതേസമയം തന്നെ മറ്റൊരു ആരോപണം കൂടി അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു ആയുധം കൂടി മുസ്ലിം ലീഗ് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ SDPIയുമായും ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധമുള്ളത് മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ UDFിനോ അല്ല, മറിച്ച് പാരമ്പര്യമായി ആ ബന്ധം തുടർന്ന് വന്നിരുന്നത് ഇടതുപക്ഷമാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും ഇല്ലെങ്കിൽ അത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കും SDPIക്കും ഒക്കെ ഇടതുപക്ഷം നേരത്തെ നന്ദി പറഞ്ഞതിൻ്റെ, തെരഞ്ഞെടുപ്പുകൾ സഹായിച്ചതിന് നന്ദി പറഞ്ഞതിൻ്റെ വീഡിയോകളടക്കം പുറത്ത് വന്നിട്ടുണ്ട്. അതാണ് പരിശോധിക്കേണ്ടത്. അതല്ലാതെ തങ്ങൾക്ക് മേൽ അത്തരത്തിൽ വർഗീയ കാർഡ് അടിച്ചിറക്കിയത് കൊണ്ടോ ആക്ഷേപിച്ചത് കൊണ്ടോ കാര്യമില്ല. മുസ്ലിം ലീഗിൻ്റെ മേൽ അത്തരത്തിൽ വർഗീയ കാർഡ് ആക്ഷേപിച്ചാൽ അത് നിലനിൽക്കാൻ പോകുന്നില്ല എന്നുമാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വയ്ക്കുന്നത്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലടക്കം സ്വാദിഖ് തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം, വിമർശനങ്ങൾ അതൊക്കെ തന്നെ മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്കിൽ ഗുണം ചെയ്തു എന്നും മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മേഖലയിൽ ശക്തമായി തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകളെ എത്തിക്കാൻ സഹായിച്ചു എന്നുള്ള വിലയിരുത്തലും മുസ്ലിം ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇനി വിമർശനം തുടർന്നാൽ തന്നെ അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നും മാത്രമല്ല മുസ്ലിം ലീഗ് അതേ ഭാഷയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിക്കൊണ്ട് രാഷ്ട്രീയമായി തന്നെ സജീവമായി നിൽക്കാൻ കഴിയുമെന്നുള്ളൊരു വിലയിരുത്തലും മുസ്ലിം ലീഗിനുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകാനാണ് ലീഗും ആലോചിക്കുന്നത്. അതേസമയം തന്നെ ലീഗിൻ്റെ ജനകീയമായിട്ടുള്ള അടിത്തറ അല്ലെങ്കിൽ മതേതര സ്വഭാവമുള്ള ഒരു സർട്ടിഫിക്കറ്റ് ജനങ്ങൾക്കിടയിൽ നേരത്തെ തന്നെ CPIM അടക്കം വകവെച്ച് നൽകിയതാണ്. അതിന് തകർക്കാൻ